ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എ സി ജനറേറ്റർ ആണ്. എ സി ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ഡി സി ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എല്ലാ ക്ലാസിഫിക്കേഷൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി എ സി ജനറേറ്റർ, അതിൻ്റെ വർക്കിംഗ്, കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഡി സി ജനറേറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലേ. ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അത് ക്രോസ് എന്തും ഇൻഡ്യൂസ് ചെയ്യും, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അത് കാരണം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് എന്ത് എ സി ജനറേറ്ററിന്റെ കേസിലും ഇവിടെ വ്യത്യാസമൊന്നുമില്ല, രണ്ടിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ. പിന്നെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസിലാണ് കുറച്ച് ചെറിയൊരു മാറ്റങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എൻ ഓൾട്ടർനേറ്റർ, അതായത് എ സി ജനറേറ്ററിന്റെ മറ്റൊരു പേരാണ് എന്ത് ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രിക്കൽ മെഷീൻ ആണ്. അല്ലെങ്കിൽ എ സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന മെഷീൻ. ഓക്കെ. And the working principle of an AC generator is similar to the basic principle of a DC generator. രണ്ടിന്റെയും working principle same ആണ്. And according to Faraday's laws of electromagnetic induction, whenever a conductor moves in a magnetic field, EMF gets induced across the conductor. And if the closed path is provided to the conductor, induced EMF causes the current to flow in the circuit. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് എ സി ജനറേറ്ററിന്റെ വർക്കിംഗിൽ. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കാരണം എന്താവും, ആ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഇത്രയാണ് ആൾട്ടർനേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ അറിയാനുള്ള കാരണം. ഇനി നമ്മളിവിടെ കൺസ്ട്രക്ഷൻസ് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് എ സി ജനറേറ്റർ ആണ്. അതിൽ മെയിൻ പാർട്സ് ഓഫ് ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത് രണ്ട് പോർഷൻ ഉണ്ട്, ഒരു സ്റ്റേറ്റർ ആൻഡ് ഒരു റോട്ടർ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഈ ഔട്ടർ പാർട്ടാണ്, ഈ പുറത്ത് നിങ്ങൾ കാണുന്ന പോർഷന്. റോട്ടർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പാർട്ടാണ്. അത് നിങ്ങൾക്ക് റോട്ടർ വിത്ത് ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ അൺലൈക്ക് ഡി സി മെഷീൻസിനെ പോലെ തന്നെ ഈ എ സി മെഷീൻസിന്റെ കേസിൽ ഫീൽഡ് ാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ആർമേച്ചറിനെ നമ്മൾ എന്താക്കി വെക്കുന്നുണ്ട്, സ്റ്റേഷനറി ആക്കി വെക്കുക. ആർമേച്ചർ ഇതിൽ സ്റ്റേഷനറി ആയിരിക്കും. ആർമേച്ചർ കോയിൽ സ്റ്റേഷനറി ആണ്. ഫീൽഡ് എക്സൈറ്റേഴ്സ് ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്താണ് ഇ എം എഫ് ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ റോട്ടർ എന്ന് പറഞ്ഞാൽ, റോട്ടറിന്റെ ഇവിടെ ഈ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതിനെ യൂസ് ചെയ്യുന്നത് നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റേറ്ററിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റീൽ അലോയ്സും മാഗ്നറ്റിക് അയേൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അത് എന്തിനാന്ന് വെച്ചാൽ എഡ്ഡി കറണ്ട് ലോസസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്, സ്റ്റീൽ അലോയ്സ് ഒക്കെ വെച്ച് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിൻ പാർട്ടാണ് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ. ഈ സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ വൈൻഡിങ്ങിനെ ഹോൾഡ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് ലാമിനേഷൻ ഓഫ് സ്റ്റീൽ അലോയ്സ്. ഇനി നമ്മളിവിടെ പറഞ്ഞു ഫീൽഡ് എക്സൈറ്റേഴ്സ് ആണ് ഇവിടെ റൊട്ടേറ്റിംഗ്, ആർമേച്ചർ ഇവിടെ സ്റ്റേഷനറി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആർമേച്ചർ കോയിലിനെ സ്റ്റേഷനറി ആക്കാനുള്ള റീസൺ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് സ്റ്റേഷനറി ഇവിടെ ആർമേച്ചർ കോയിൽ എ സി ജനറേറ്ററിൽ ആർമേച്ചർ കോയിലിനെ സ്റ്റേഷനറി ആക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താന്ന്, ഈ ആർമേച്ചർ കോയിലിനെ സ്റ്റേഷനറി ആക്കി കഴിഞ്ഞാൽ ഈ ഹൈ വോൾട്ടേജ്, നല്ല വോൾട്ട് ഉള്ള സമയത്തൊക്കെ നമുക്ക് ഈ ആർമേച്ചർ വൈൻഡിങ്സിനെ ഇൻസുലേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. മാത്രമല്ല നമുക്ക് ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ടൊക്കെ നമുക്ക് ഈ സ്റ്റേഷനറി ആർമേച്ചറിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി എടുക്കാനും എളുപ്പമായിരിക്കും. എപ്പോഴും ഈ ആർമേച്ചർ വൈൻഡിങ്ങിനെ നമ്മൾ സ്റ്റേഷനറി ആക്കി വെച്ചാൽ. ഇനി അല്ലാത്ത കേസിൽ എന്താന്ന് വെച്ചാൽ ഈ ബ്രഷസ്, അതായത് അതിൽ ജനറേറ്ററിന്റെ അകത്ത് നമ്മൾ ഈ റോട്ടർ ആർമേച്ചർ കോയിലിനെ മൗണ്ട് ചെയ്തിട്ട് അവിടെ ബ്രഷസ് ഉണ്ട്. അപ്പോൾ ഈ ബ്രഷസ് ഒക്കെ എന്താ പറയാ, ഈ കോണ്ടാക്ട് ചെയ്യും. ഹൈ വോൾട്ടേജസിലൊക്കെ എന്തുണ്ടാവും, ഈ ബ്രഷസ് തട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്പാർക്കിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ആർമേച്ചർ വൈൻഡിങ്ങിനെ നമ്മൾ സ്റ്റേഷനറി ആക്കി വെച്ചാൽ ആ പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, if the field exciter winding is placed in the rotor, low voltage DC can be transferred safely to the exciter winding via slip rings. Okay.
എന്താണെന്ന് വെച്ചാൽ ഈ ഫീൽഡ് എക്സൈറ്റർ വൈൻഡിങ്ങിനെയാണ് നമ്മൾ ഇനി അഥവാ റോട്ടറിൽ വെക്കുന്നത് വയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ആർമേച്ചർ വൈൻഡിങ് സ്റ്റേഷനറി, ഫീൽഡ് റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഫീൽഡ് എക്സൈറ്റർ വൈൻഡിങ് നമ്മൾ റോട്ടറിൽ വെച്ചാൽ നമുക്ക് ലോ വോൾട്ടേജ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ദ എക്സൈറ്റർ. നമുക്ക് ചെറിയ വോൾട്ടേജ് നമുക്ക് കൊടുക്കാം, എക്സൈറ്ററിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ആർമേച്ചർ വൈൻഡിങ് ക്യാൻ ബി ബ്രേസ്ഡ് വെൽ ടു പ്രിവെന്റ് ഡിഫോർമേഷൻ കോസ്ഡ് ബൈ ദ ഹൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതായത് ആ സമയത്ത് തന്നെ അങ്ങനെ ആക്കി ഫീൽഡ് എക്സൈറ്ററിനെ നമുക്ക് റോട്ടറിൽ വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചർ വൈൻഡിങ്ങിൽ നമുക്ക് സുഖമായിട്ട് അതിനെ ബ്രേസ് ചെയ്യാൻ പറ്റും. ബ്രേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സെൻട്രിഫ്യൂഗൽ റോട്ടർ കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡീഫോർമേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫീൽഡ് എക്സൈറ്റർ വൈൻഡിങ്ങിനെ നമ്മൾ റോട്ടറിൽ വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓൾട്ടർനേറ്ററിനെ ആർമേച്ചർ വൈൻഡിങ്ങിനെ എന്താ പറയുക സ്റ്റേഷനറി ആക്കി വെക്കുന്നതുകൊണ്ടുള്ള ഗുണം. അതായത് ഹൈ വോൾട്ടേജസിലൊക്കെ നമുക്ക് അതിനെ ഈസി ഇൻസുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈ വോൾട്ടേജസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റും. ഇനി ഫീൽഡ് എക്സൈറ്ററിനെ നമ്മൾ റോട്ടറിൽ വെക്കുമ്പോൾ നമുക്ക് ലോ വോൾട്ടേജ് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ ആർമേച്ചർ വൈൻഡിങ്ങിനെ ക്യാൻ ബി ബ്രേസ്ഡ് വെൽ ടു പ്രിവെന്റ് ഡിഫോർമേഷൻ. അതായത് ബ്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വലിച്ചു കെട്ടുക എന്നൊക്കെ പറയില്ലേ, വലിച്ചു കെട്ടാനൊക്കെ നമുക്ക് നന്നായി നമുക്ക് നല്ല രീതിയിൽ വലിച്ചു കെട്ടി അല്ലെങ്കിൽ അങ്ങനെ ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചാൽ എന്തുണ്ടാവും, ഡീഫോർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഡീഫോർമേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാം. സെക്കൻഡ് പോർഷനാണ് റോട്ടർ. റോട്ടർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട്, റൊട്ടേറ്റിംഗ് പാർട്ടാണ് അല്ലേ. ഒരു ഓൾട്ടർനേറ്ററിന്റെ ഒരു റൊട്ടേറ്റിംഗ് പാർട്ടിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റോട്ടർ എന്ന് പറയുന്നത്. അതിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ റോട്ടറിലാണ്. ഈ റോട്ടറിൽ രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഒന്ന് സാലിയൻ പോള്, ഒന്ന് സിലിണ്ട്രിക്കൽ. സാലിയൻ പോളിൽ എന്താണെന്ന് വെച്ചാൽ സാലിയൻ പോൾ ടൈപ്പ് റോട്ടർ ഇസ് യൂസ്ഡ് ഇൻ ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സ്. സാലിയൻ പോള് യൂസ് ചെയ്യുന്നത് ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫിഗർ ആണ് നിങ്ങളുടെ സൈഡിൽ കാണുന്നത്. ഈ സാലിയൻ പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പോളുകൾ ഉണ്ട്. പോൾസ് ആണ്, നിങ്ങൾക്ക് ആ ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഈ പോൾസ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒരു മാഗ്നറ്റിക് വീലുമലാണ് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടാണ്. ഇനി ഈ പോൾസിനെല്ലാം ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ലാമിനേറ്റ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ എഡ്ഡി കറന്റ് ലോസസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന്റെ പൊതുവേ ഈ ടൈപ്പ് ഓഫ് റോട്ടേഴ്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും ആൻഡ് ഷോർട്ട് ഇൻ ആക്സിയൽ ലെങ്ത്. അപ്പോൾ സാലിയൻ പോൾ റോട്ടർ ടൈപ്പ് ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഫിഗറാണ് സൈഡിൽ കണ്ടത്. ഇതിൽ ഒരുപാട് പോൾസ് ഉണ്ട്, അത് ബോൾട്ട് ചെയ്ത് വെച്ചതാണ്, ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് എഡ്ഡി കറന്റ് ലോസസ് കുറക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് സാലിയൻ പോൾ ടൈപ്പിൽ അറിയാനുള്ളത്. സിലിണ്ട്രിക്കൽ ടൈപ്പ് നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ എന്താ പറയാ, ഒരുപാട് സ്ലോട്ടുകൾ കാണാൻ പറ്റും. ആ സ്ലോട്ടുകളിലാണ് എന്തുള്ളത്, എന്താ പറയാ, ഫീൽഡ് വൈൻഡിങ്സിനൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ സ്ലോട്ടുകളിലാണ്. പിന്നെ മാത്രമല്ല ഈ സിലിണ്ട്രിക്കൽ ടൈപ്പ് റോട്ടർ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഹൈ സ്പീഡ് ജനറേറ്റേഴ്സിലാണ് എപ്പോഴും ഈ സിലിണ്ട്രിക്കൽ ടൈപ്പ് യൂസ് ചെയ്യുക. സാലിയൻ പോൾ ലോ ആൻഡ് മീഡിയം സ്പീഡിലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് എപ്പോഴും യൂസ് ചെയ്യുക ഹൈ സ്പീഡിലാണ്. ഹൈ സ്പീഡ് ജനറേറ്റർ ഓൾട്ടർനേറ്റേഴ്സിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റീം എഞ്ചിനിലൊക്കെ എപ്പോഴും സിലിണ്ട്രിക്കൽ ടൈപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത്രയാണ് സിലിണ്ട്രിക്കൽ ടൈപ്പിന്റെ കാര്യങ്ങളിൽ അറിഞ്ഞിരിക്കാനുള്ള. ഫിഗർ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാൻ പറ്റും. കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ആൻ ഓൾട്ടർനേറ്റർ നോക്കാം. കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആണ് ഓരോ പാർട്ടും അതിന്റെ ഓരോ എക്സ്പ്ലനേഷനും. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് പാർട്ടാണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ ഉപയോഗിച്ചാണ്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റേറ്റർ കോർ എന്ന് പറഞ്ഞാൽ അയൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആർമേച്ചർ കോർ അതിൽ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടു. അതിൽ ഒരുപാട് സ്ലോട്ടുകൾ ഉണ്ട്, അത് ആർമേച്ചർ കണ്ടക്ടറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ ഒരുപാട് സ്ലോട്ടുകൾ കൊടുത്തിട്ടുള്ളത്. അതാണ് സ്റ്റേറ്റർ ഫ്രെയിം, സ്റ്റേറ്റർ കോർ എന്ന് പറയുന്നത്. റോട്ടറിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സാലിയനും സിലിണ്ടറിക്കലും. നേരത്തെ നമ്മൾ അതിന്റെ രണ്ടിന്റെയും പർപ്പസ് കണ്ടു. ഇനി അത് കൺസ്ട്രക്ഷൻ എങ്ങനെയാന്ന് നോക്കാം. സാലിയൻ പോളിൽ കുറെ ആൾട്ടർനേറ്റ് പോൾസ് ഉണ്ട്, അതായത് ഒന്നിടവിട്ടാണ് പോൾസുകൾ ഉള്ളത്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് കാസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പിന്നെ അതിൽ എക്സൈറ്റേഷൻ കൊടുക്കുന്നത് വേറെ
സെപ്പറേറ്റഡ് ഡി സി ജനറേറ്റർ ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തിട്ടുള്ള ഡി സി ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് എക്സൈറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സിലാണ് എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്, സാലിയൻ പോൾ ടൈപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി സിലിണ്ട്രിക്കൽ റോട്ടർ എന്ന് പറഞ്ഞാൽ സോളിഡ് ഫോർജ്ഡ് സ്റ്റീൽ സിലിണ്ടർ. ഇറ്റ് ഹാസ് നമ്പർ ഓഫ് സ്ലോട്ട്സ് അറൌണ്ട് ദ പെരിഫറി, അതായത് ഒരുപാട് സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ലോട്ടുകളിലാണ് നമ്മൾ എന്ത് യൂസ് ഡി സി വൈൻഡിങ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മൾ സ്ലോട്ടുകളിലാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ സിലിണ്ട്രിക്കൽ റോട്ടർ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡിൽ ജനറേറ്റേഴ്സിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സിലിണ്ട്രിക്കൽ റോട്ടർ യൂസ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ സ്റ്റീം ടർബൈൻ ആൾട്ടർനേറ്റേഴ്സിലൊക്കെ എന്ത് ടൈപ്പാണ്, ഈ സിലിണ്ട്രിക്കൽ ടൈപ്പ് റോട്ടറാണ് യൂസ് ചെയ്യാറ്. പോർഷന് ലാസ്റ്റ് 2-3 പാർട്സ് ആണ് സ്ലിപ്പ് റിങ്സ്, ബ്രഷ്, ഷാഫ്റ്റ്. സ്ലിപ്പ് റിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ കോപ്പർ ആണ്. പിന്നെ സ്ലിപ്പ് റിങ്സ് എപ്പോഴും മൗണ്ട് ചെയ്തിട്ടുള്ള ഷാഫ്റ്റിന് മുകളിലാണ്. നേരത്തെ ഫിഗറിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ് ഫ്രം ദ ഷാഫ്റ്റ് ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡി സി സപ്ലൈ ടു ദ ഫീൽഡ് വൈൻഡിങ് ത്രൂ ബ്രഷസ്. ഡി സി സപ്ലൈ ഫീൽഡ് വൈൻഡിങ്സിലേക്ക് കൊടുക്കുന്നത് ആരാണ്, ഈ സ്ലിപ്പ് റിങ്സ് ആണ്. ബ്രഷസ് എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് കോപ്പർ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓവർ ദ സ്ലിപ്പ് റിങ്സ് ആൻഡ് ഇറ്റ് ഈസ് ദ സ്റ്റേഷനറി പാർട്ട്. സ്റ്റേഷനറി പാർട്ട് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാത്ത പാർട്ടാണ് എന്ത്, ബ്രഷ്. ഷാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കാസ്റ്റ് സ്റ്റീൽ ആൻഡ് ഇറ്റ് മെയിൻ ഫംഗ്ഷൻ ഇസ് ടു ഹോൾഡ് റോട്ടർ, സ്ലിപ്പ് റിംഗ് ആൻഡ് എക്സൈറ്റർ. ഷാഫ്റ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോട്ടറിനെ ഹോൾഡ് ചെയ്യുക, സ്ലിപ്പ് റിംഗ്, എക്സൈറ്റർ ഒക്കെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് എ സി ജനറേറ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത്. ഞാൻ ഓരോ സ്ലൈഡിലും ഓരോ ഫിഗർ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓരോ പോർഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു ഫിഗർ വരച്ചാലും കുഴപ്പമില്ല. ഇതെല്ലാം ഇതിന്റെ ഇന്നർ ഡയഗ്രാം ആണ് അല്ലോ. ഓക്കെ, പുറത്തുനിന്ന് കാണുന്ന രീതിയിൽ പുറത്തുനിന്ന് ഒരു ജനറേറ്റർ നമ്മൾ കാണുമ്പോൾ അങ്ങനെയല്ലല്ലോ. പക്ഷെ അതിന്റെ ഓരോ ഇന്റീരിയർ പോർഷൻസ് ആണ് ഞാൻ ഓരോ സ്ലൈഡിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടെ മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഫിഗർ വരയ്ക്കുക, അതിലെല്ലാ പോർഷൻസും എല്ലാ പാർട്സും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു എവരിവൺ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എ സി ജനറേറ്റർ ആണ്. എ സി ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ ഡി സി ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എല്ലാ ക്ലാസിഫിക്കേഷൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി എ സി ജനറേറ്റർ, അതിന്റെ വർക്കിംഗ്, കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഡി സി ജനറേറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലേ. ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അത് ക്രോസ് എന്തും ഇൻഡ്യൂസ് ചെയ്യും, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അത് കാരണം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് എന്ത് എ സി ജനറേറ്ററിന്റെ കേസിലും. ഇവിടെ വ്യത്യാസമൊന്നുമില്ല, രണ്ടിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ. പിന്നെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസിലാണ് കുറച്ച് ചെറിയൊരു മാറ്റങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എൻ ഓൾട്ടർനേറ്റർ, അതായത് എ സി ജനറേറ്ററിന്റെ മറ്റൊരു പേരാണ് എന്ത്, ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇലക്ട്രിക്കൽ മെഷീൻ ആണ്. അല്ലെങ്കിൽ എ സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന മെഷീൻ. ഓക്കെ, and the working principle of an AC generator is similar to the basic principle of a DC generator. രണ്ടിന്റെയും working principle same ആണ്. And according to Faraday's laws of electromagnetic induction, whenever a conductor moves in a magnetic field, EMF gets induced across the conductor. And if the closed path is provided to the conductor, induced EMF causes the current to flow in the circuit. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് എ സി ജനറേറ്ററിന്റെ വർക്കിംഗിൽ. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കാരണം എന്താവും, ആ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഇത്രയാണ് ആൾട്ടർനേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ അറിയാനുള്ള കാരണം. ഇനി നമ്മളിവിടെ കൺസ്ട്രക്ഷൻസ് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് എ സി ജനറേറ്റർ ആണ്. അതിൽ മെയിൻ പാർട്സ് ഓഫ് ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത് രണ്ട് പോർഷൻ ഉണ്ട്, ഒരു സ്റ്റേറ്റർ ആൻഡ് ഒരു റോട്ടർ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റർ എന്ന് പറയുന്നത് ഈ ഔട്ടർ പാർട്ടാണ്, ഈ പുറത്ത് നിങ്ങൾ കാണുന്ന ഓക്കെ പോർഷന്. റോട്ടർ എന്ന് പറയുന്നത്
റൊട്ടേറ്റിംഗ് പാർട്ടാണ്. അത് നിങ്ങൾക്ക് റോട്ടർ വിത്ത് ഫീൽഡ് വൈൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ അൺലൈക്ക് ഡി സി മെഷീൻസിനെ പോലെ തന്നെ ഈ എ സി മെഷീൻസിൻ്റെ കേസിൽ ഫീൽഡ് ാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. ആർമേച്ചറിനെ നമ്മൾ എന്താക്കി വെക്കുന്നുണ്ട്, സ്റ്റേഷനറി ആക്കി വെക്കുക. ആർമേച്ചർ ഇതിൽ സ്റ്റേഷനറി ആയിരിക്കും. ആർമേച്ചർ കോയിൽ സ്റ്റേഷനറി ആണ്. ഫീൽഡ് എക്സൈറ്റേഴ്സ് ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്താണ് ഇ എം എഫ് ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ റോട്ടർ എന്ന് പറഞ്ഞാൽ, റോട്ടറിന്റെ ഇവിടെ ഈ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതിനെ യൂസ് ചെയ്യുന്നത് നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റേറ്ററിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റർ കോർ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റീൽ അലോയ്സും മാഗ്നറ്റിക് അയേൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അത് എന്തിനാന്ന് വെച്ചാൽ എഡ്ഡി കറന്റ് ലോസസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ അലോയ്സ് ഒക്കെ വെച്ച് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിൻ പാർട്ടാണ് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ. ഈ സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ വൈൻഡിങ്ങിനെ ഹോൾഡ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലാമിനേഷൻ ഓഫ് സ്റ്റീൽ അലോയ്സ്. ഇനി നമ്മളിവിടെ പറഞ്ഞു ഫീൽഡ് എക്സൈറ്റേഴ്സ് ആണ് ഇവിടെ റൊട്ടേറ്റിംഗ്, ആർമേച്ചർ ഇവിടെ സ്റ്റേഷനറി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആർമേച്ചർ കോയിലിനെ സ്റ്റേഷനറി ആക്കാനുള്ള റീസൺ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് സ്റ്റേഷനറി ഇവിടെ ആർമേച്ചർ കോയിൽ എ സി ജനറേറ്ററിൽ ആർമേച്ചർ കോയിലിനെ സ്റ്റേഷനറി ആക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ഈ ആർമേച്ചർ കോയിലിനെ സ്റ്റേഷനറി ആക്കി കഴിഞ്ഞാൽ ഈ ഹൈ വോൾട്ടേജ് നല്ല വോൾട്ടുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ആർമേച്ചർ വൈൻഡിങ്സിനെ ഇൻസുലേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. മാത്രമല്ല നമുക്ക് ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ടൊക്കെ നമുക്ക് ഈ സ്റ്റേഷനറി ആർമേച്ചറിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി എടുക്കാനും എളുപ്പമായിരിക്കും. എപ്പോഴും ഈ ആർമേച്ചർ വൈൻഡിങ്ങിനെ നമ്മൾ സ്റ്റേഷനറി ആക്കി വെച്ചാൽ. ഇനി അല്ലാത്ത കേസിൽ എന്താണെന്ന് വെച്ചാൽ ഈ ബ്രഷസ്, അതായത് അതിൽ ജനറേറ്ററിൻ്റെ അകത്ത് നമ്മൾ ഈ റോട്ടർ ആർമേച്ചർ കോയിലിനെ മൗണ്ട് ചെയ്തിട്ട് അവിടെ ബ്രഷസ് ഉണ്ട്. അപ്പോൾ ഈ ബ്രഷസ് ഒക്കെ എന്താ പറയാ, ഈ കോണ്ടാക്ട് ചെയ്യും. ഹൈ വോൾട്ടേജസിലൊക്കെ എന്തുണ്ടാവും, ഈ ബ്രഷസ് തട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്പാർക്കിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ആർമേച്ചർ വൈൻഡിങ്ങിനെ നമ്മൾ സ്റ്റേഷനറി ആക്കി വെച്ചാൽ ആ പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, if the field exciter winding is placed in the rotor, low voltage DC can be transferred safely to the exciter winding via slip rings. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഈ ഫീൽഡ് എക്സൈറ്റർ വൈൻഡിങ്ങിനെയാണ് നമ്മൾ ഇനി അഥവാ റോട്ടറിൽ വെക്കുന്നത് വയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ആർമേച്ചർ വൈൻഡിങ് സ്റ്റേഷനറി, ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫീൽഡ് എക്സൈറ്റർ വൈൻഡിങ് നമ്മൾ റോട്ടറിൽ വെച്ചാൽ നമുക്ക് ലോ വോൾട്ടേജ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ദ എക്സൈറ്റർ. നമുക്ക് ചെറിയ വോൾട്ടേജ് നമുക്ക് കൊടുക്കാം, എക്സൈറ്ററിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ആർമേച്ചർ വൈൻഡിങ് ക്യാൻ ബി ബ്രേസ്ഡ് വെൽ ടു പ്രിവെന്റ് ഡിഫോർമേഷൻ കോസ്ഡ് ബൈ ദ ഹൈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതായത് ആ സമയത്ത് തന്നെ അങ്ങനെ ആക്കി ഫീൽഡ് എക്സൈറ്ററിനെ നമുക്ക് റോട്ടറിൽ വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചർ വൈൻഡിങ്ങിൽ നമുക്ക് സുഖമായിട്ട് അതിനെ ബ്രേസ് ചെയ്യാൻ പറ്റും. ബ്രേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സെൻട്രിഫ്യൂഗൽ റോട്ടർ കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡീഫോർമേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫീൽഡ് എക്സൈറ്റർ വൈൻഡിങ്ങിനെ നമ്മൾ റോട്ടറിൽ വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓൾട്ടർനേറ്ററിനെ ആർമേച്ചർ വൈൻഡിങ്ങിനെ എന്താ പറയുക സ്റ്റേഷനറി ആക്കി വെക്കുന്നതുകൊണ്ടുള്ള ഗുണം. അതായത് ഹൈ വോൾട്ടേജസിലൊക്കെ നമുക്ക് അതിനെ ഈസി ഇൻസുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈ വോൾട്ടേജസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റും. ഇനി ഫീൽഡ് എക്സൈറ്ററിനെ നമ്മൾ റോട്ടറിൽ വെക്കുമ്പോൾ നമുക്ക് ലോ വോൾട്ടേജ് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ ആർമേച്ചർ വൈൻഡിങ്ങിനെ ക്യാൻ ബി ബ്രേസ്ഡ് വെൽ ടു പ്രിവെന്റ് ഡിഫോർമേഷൻ. അതായത് ബ്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വലിച്ചു കെട്ടുക എന്നൊക്കെ പറയില്ലേ, വലിച്ചു കെട്ടാനൊക്കെ നമുക്ക് നന്നായി നമുക്ക് നല്ല രീതിയിൽ വലിച്ചു കെട്ടി അല്ലെങ്കിൽ അങ്ങനെ ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചാൽ എന്തുണ്ടാവും, ഡീഫോർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഡീഫോർമേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാം. സെക്കൻഡ് പോർഷനാണ് റോട്ടർ. റോട്ടർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട്, റൊട്ടേറ്റിംഗ് പാർട്ടാണ് അല്ലേ. ഒരു ഓൾട്ടർനേറ്ററിന്റെ ഒരു റൊട്ടേറ്റിംഗ് പാർട്ടിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റോട്ടർ എന്ന് പറയുന്നത്. അതിൽ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ റോട്ടറിലാണ്. ഈ റോട്ടറിൽ രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഒന്ന് സാലിയൻ പോള്, ഒന്ന് സിലിണ്ടറിക്കൽ. സാലിയൻ പോളിൽ എന്താണെന്ന് വെച്ചാൽ സാലിയൻ പോൾ ടൈപ്പ് റോട്ടർ ഇസ് യൂസ്ഡ് ഇൻ ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സ്. സാലിയൻ പോള് യൂസ് ചെയ്യുന്നത് ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫിഗറാണ് നിങ്ങളിവിടെ സൈഡിൽ കാണുന്നത്. ഈ സാലിയൻ പോൾ
എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പോളുകൾ ഉണ്ട്. പോൾസ് ആണ്, നിങ്ങൾക്ക് ആ ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഈ പോൾസ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒരു മാഗ്നറ്റിക് വീലുമലാണ് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടാണ്. ഇനി ഈ പോൾസിനെല്ലാം ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ലാമിനേറ്റ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ എഡ്ഡി കറന്റ് ലോസസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന്റെ പൊതുവേ ഈ ടൈപ്പ് ഓഫ് റോട്ടേഴ്സിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും ആൻഡ് ഷോർട്ട് ഇൻ ആക്സിയൽ ലെങ്ത്. അപ്പോൾ സാലിയൻ പോൾ റോട്ടർ ടൈപ്പ് ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഫിഗറാണ് സൈഡിൽ കണ്ടത്. ഇതിൽ ഒരുപാട് പോൾസ് ഉണ്ട്, അത് ബോൾട്ട് ചെയ്ത് വെച്ചതാണ്, ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് എഡി കറന്റ് ലോസസ് കുറക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് സാലിയൻ പോൾ ടൈപ്പിൽ അറിയാനുള്ളത്. സിലിണ്ടറിക്കൽ ടൈപ്പ് നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ എന്താ പറയാ, ഒരുപാട് സ്ലോട്ടുകൾ കാണാൻ പറ്റും. ആ സ്ലോട്ടുകളിലാണ് എന്തുള്ളത്, എന്താ പറയാ, ഫീൽഡ് വൈൻഡിങ്സിനൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ സ്ലോട്ടുകളിലാണ്. പിന്നെ മാത്രമല്ല ഈ സിലിണ്ടറിക്കൽ ടൈപ്പ് റോട്ടർ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഹൈ സ്പീഡ് ജനറേറ്റേഴ്സിലാണ് എപ്പോഴും ഈ സിലിണ്ടറിക്കൽ ടൈപ്പ് യൂസ് ചെയ്യുക. സാലിയൻ പോൾ ലോ ആൻഡ് മീഡിയം സ്പീഡിലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് എപ്പോഴും യൂസ് ചെയ്യുക ഹൈ സ്പീഡിലാണ്. ഹൈ സ്പീഡ് ജനറേറ്റർ ഓൾട്ടർനേറ്റേഴ്സിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റീം എഞ്ചിനിലൊക്കെ എപ്പോഴും സിലിണ്ടറിക്കൽ ടൈപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത്രയാണ് സിലിണ്ടറിക്കൽ ടൈപ്പിന്റെ കാര്യങ്ങളിൽ അറിഞ്ഞിരിക്കാനുള്ള. ഫിഗർ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാൻ പറ്റും. കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് എൻ ഓൾട്ടർനേറ്റർ നോക്കാം. കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആണ് ഓരോ പാർട്ടും അതിന്റെ ഓരോ എക്സ്പ്ലനേഷനും. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് പാർട്ടാണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ ഉപയോഗിച്ചാണ്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റേറ്റർ കോർ എന്ന് പറഞ്ഞാൽ അയൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആർമേച്ചർ കോർ അതിൽ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടു. അതിൽ ഒരുപാട് സ്ലോട്ടുകൾ ഉണ്ട്, അത് ആർമേച്ചർ കണ്ടക്ടറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ ഒരുപാട് സ്ലോട്ടുകൾ കൊടുത്തിട്ടുള്ളത്. അതാണ് സ്റ്റേറ്റർ ഫ്രെയിം, സ്റ്റേറ്റർ കോർ എന്ന് പറയുന്നത്. റോട്ടറിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സാലിയന്റും സിലിണ്ടറിക്കലും. നേരത്തെ നമ്മൾ അതിന്റെ രണ്ടിന്റെയും പർപ്പസ് കണ്ടു. ഇനി അത് കൺസ്ട്രക്ഷൻ എങ്ങനെയാന്ന് നോക്കാം. സാലിയൻ പോളിൽ കുറെ ആൾട്ടർനേറ്റ് പോൾസ് ഉണ്ട്, അതായത് ഒന്നിടവിട്ടാണ് പോൾസുകൾ ഉള്ളത്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് കാസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പിന്നെ അതിൽ എക്സൈറ്റേഷൻ കൊടുക്കുന്നത് വേറെ സെപ്പറേറ്റഡ് ഡി സി ജനറേറ്റർ ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തിട്ടുള്ള ഡി സി ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് എക്സൈറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സിലാണ് എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്, സാലിയൻ പോൾ ടൈപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി സിലിണ്ടറിക്കൽ റോട്ടർ എന്ന് പറഞ്ഞാൽ സോളിഡ് ഫോർജ്ഡ് സ്റ്റീൽ സിലിണ്ടർ. ഇറ്റ് ഹാസ് നമ്പർ ഓഫ് സ്ലോട്ട്സ് അറൌണ്ട് ദ പെരിഫറി, അതായത് ഒരുപാട് സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ലോട്ടുകളിലാണ് നമ്മൾ എന്ത് ഡി സി വൈൻഡിങ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മൾ സ്ലോട്ടുകളിലാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ സിലിണ്ടറിക്കൽ റോട്ടർ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡിൽ ജനറേറ്റേഴ്സിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സിലിണ്ടറിക്കൽ റോട്ടർ യൂസ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ സ്റ്റീം ടർബൈൻ ആൾട്ടർനേറ്റേഴ്സിലൊക്കെ എന്ത് ടൈപ്പാണ്, ഈ സിലിണ്ടറിക്കൽ ടൈപ്പ് റോട്ടർ ആണ് യൂസ് ചെയ്യാറ്. പോർഷന് ലാസ്റ്റ് 2-3 പാർട്സ് ആണ്, സ്ലിപ്പ് റിങ്സ്, ബ്രഷ്, ഷാഫ്റ്റ്. സ്ലിപ്പ് റിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ കോപ്പർ ആണ്. പിന്നെ സ്ലിപ്പ് റിങ്സ് എപ്പോഴും മൗണ്ട് ചെയ്തിട്ടുള്ള ഷാഫ്റ്റിന് മുകളിലാണ്. നേരത്തെ ഫിഗറിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ് ഫ്രം ദ ഷാഫ്റ്റ് ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡി സി സപ്ലൈ ടു ദ ഫീൽഡ് വൈൻഡിങ് ത്രൂ ബ്രഷസ്. ഡി സി സപ്ലൈ ഫീൽഡ് വൈൻഡിങ്സിലേക്ക് കൊടുക്കുന്നത് ആരാണ്, ഈ സ്ലിപ്പ് റിങ്സ് ആണ്. ബ്രഷസ് എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് കോപ്പർ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓവർ ദ സ്ലിപ്പ് റിങ്സ് ആൻഡ് ഇറ്റ് ഈസ് ദ സ്റ്റേഷനറി പാർട്ട്. സ്റ്റേഷനറി പാർട്ട് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാത്ത പാർട്ടാണ് എന്ത്, ബ്രഷ്. ഷാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കാസ്റ്റ് സ്റ്റീൽ ആൻഡ് ഇറ്റ് മെയിൻ ഫംഗ്ഷൻ ഇസ് ടു ഹോൾഡ് റോട്ടർ, സ്ലിപ്പ് റിംഗ് ആൻഡ് എക്സൈറ്റർ. ഷാഫ്റ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോട്ടറിനെ ഹോൾഡ് ചെയ്യുക, സ്ലിപ്പ് റിംഗ്, എക്സൈറ്റർ ഒക്കെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് എ സി ജനറേറ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത്. ഞാൻ ഓരോ സ്ലൈഡിലും ഓരോ ഫിഗർ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഓരോ പോർഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു ഫിഗർ വരച്ചാലും കുഴപ്പമില്ല. ഇതെല്ലാം ഇതിന്റെ ഇന്നർ ഡയഗ്രാം ആണ് അല്ലോ. ഓക്കെ, പുറത്തുനിന്ന് കാണുന്ന രീതിയിൽ പുറത്തുനിന്ന് ഒരു ജനറേറ്റർ നമ്മൾ കാണുമ്പോൾ അങ്ങനെയല്ലല്ലോ, പക്ഷെ അതിന്റെ ഓരോ ഇന്റീരിയർ പോർഷൻസ് ആണ് ഞാൻ ഓരോ സ്ലൈഡിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടെ മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഫിഗർ വരയ്ക്കുക, അതിലെല്ലാ പോർഷൻസും എല്ലാ പാർട്സും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു എവരിവൺ.